പാലിലും എണ്ണയിലും പച്ചക്കറിയിലുമുള്ള മായം സ്വന്തമായി തന്നെ കണ്ടെത്തുവാനുള്ള ബോധവൽക്കരണം നൽകുകയാണ് ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശനമേളയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളിലെ മായം സ്വന്തമായി തന്നെ കണ്ടെത്തുവാനുള്ള ചില വിദ്യകളുമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായാലും അത് ഉണ്ടാക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ദൈനംദിന ആവശ്യങ്ങൾക്കായി വീട്ടിൽ വാങ്ങുന്ന പാലിലും എണ്ണയിലും പച്ചക്കറിയിലുമുള്ള മായം സ്വന്തമായി തന്നെ കണ്ടെത്തുവാനുള്ള ചില വിദ്യകളുമായാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. പഴകിയതും മായവും കളറും ചേർന്ന ഭക്ഷണ വസ്തുക്കൾ കഴിച്ചാൽ അത് വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ബോധവൽക്കരണം നടത്തുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഇതിൽ നമ്മൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൊതുജനങ്ങൾക്കായി നടത്തുന്ന ബോധവൽക്കരണം എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പം പൊതുവെ കാണുന്ന ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിറമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾക്കാണ് ഏറ്റവും അധികം രുചി എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കളറുള്ള ജിലേബി ആയിരിക്കും കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുക. പക്ഷേ ആ കളറുള്ള ജിലേബിക്ക് അതിനകത്ത് നിറം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ആ നിറം അത് നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ നാച്ചുറൽ നിറം നമുക്ക് ആഡ് ചെയ്താൽ അത് പ്രശ്നമില്ല. പക്ഷേ എന്നിരുന്നാൽ സിന്തറ്റിക് കളറുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായമോ പഴക്കമോ കണ്ടെത്തിയാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഈ സ്റ്റാൾ വഴി പരാതികൾ അറിയിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.